ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ SSLC ന്യൂ സിലബസിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ കണക്ക് സബ്ജക്റ്റാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിയ ഈ നമ്പേഴ്സ് 1, 2, 3, 4, 5 എക്സെട്ര, ഈ നമ്പറിന് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയും. നാച്ചുറൽ നമ്പർ. സെക്കൻഡ് റോ നോക്കിയേ, 2, 4, 6, 8, 10 എക്സെട്ര. ഇത് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്. അടുത്തത് ഓഡ് നമ്പേഴ്സ്, 1, 3, 5, 7, 9. ഇത് ഓഡ് നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ ഇത് ഇരട്ട സംഖ്യ, ഇത് ഒറ്റ നമ്പർ, ഒറ്റ സംഖ്യ. അടുത്തത് ഹാഫ്, 1, 1 1/2, 2, 2.5 എക്സ്ട്രാ, ഇങ്ങനെ പോകുന്നു. ഓരോ നമ്പറിൻ്റെ കൂടെ അര കൂട്ടി പോകുന്നു. അടുത്തത് 1, 4, 9. ഇത് 1ൻ്റെ സ്ക്വയർ, 1 സ്ക്വയർഡ്, 2 സ്ക്വയർ, 3 സ്ക്വയർ, 2 സ്ക്വയർ 4, 3 സ്ക്വയർ ആകുമ്പോൾ 9. അടുത്തത് 4 സ്ക്വയർ, അപ്പോൾ 16 വരും. ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോകുന്നു. ഈ കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സിന് which are ordered as the first, second, third and so on, like this, according to some rule, is called number sequence. ഇതിനെയാണ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. നമ്പർ സീക്വൻസ്. അടുത്തതിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Such sequence often arise in computing various measurements. If you order polygons according to the number of sides as triangle ആകുമ്പോൾ 3 സൈഡ്. According to the number of sides as triangle, quadrilateral, pentagons and so on, and calculate the sum of their inner angles, we get the number of sequences. Okay, this is triangle, ത്രികോണം. ഇത് polygon, ഇതിന് 4 സൈഡ്. ഇത് 5 സൈഡ്, ഹെക്സാഗൺ. ഇത് പെൻറ്റാഗൺ, ഇത് ഹെക്സാഗൺ. ഇങ്ങനെ പോളിഗണ് വന്ന് ഒരു 3, ഇതിൻ്റെ സൈഡ് വന്ന് 3 സൈഡ്, ഇതിന് 4 സൈഡ്, ഇതിന് 5 സൈഡ്, ഇതിന് 6 സൈഡ്. ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാം. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, വി ഗെറ്റ് ദ നമ്പർ ഓഫ് സീക്വൻസസ്, ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസസ്. ഇന്നർ ആംഗിൾസ് എത്ര വരും? ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസ് ഒന്ന് 180.